Let's start our topic, system boot process, which is the last topic of our first module. So let's look into the topic, system boot process. എന്താണ് സിസ്റ്റം ബൂട്ട് പ്രോസസ് എന്ന് പറയുന്നത്? നമുക്ക് നോക്കാം. The procedure of starting a computer by loading the kernel is known as the booting the system. അതായത് ഒരു സിസ്റ്റം ഓൺ ചെയ്ത് അത് വർക്ക് ചെയ്യാനായിട്ട് റെഡിയാകുന്ന അത്രയും ടൈമിന് ആണ് നമ്മൾ ബൂട്ടിംഗ് എന്ന് പറയുന്നത്. On most computer systems, a small piece of code known as bootstrap program or bootstrap loader locates the kernel, loads it into the main memory and start the execution. അതായത് ഓൾമോസ്റ്റ് എല്ലാ കമ്പ്യൂട്ടർ സിസ്റ്റത്തിലും നമുക്കൊരു പെർട്ടിക്കുലർ പീസ് ഓഫ് കോഡ് ഉണ്ട്. അതിനെ നമ്മൾ വിളിക്കുന്നത് ഒന്നേ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം എന്ന് വിളിക്കും, അല്ലെ ബൂട്ട്സ്ട്രാപ്പ് ലോഡർ എന്ന് വിളിക്കും. ഇതാണ് കേർണലിൽ ലൊക്കേറ്റ് ചെയ്തിട്ട് ഇതിനകത്ത് നിന്നും ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിനെ നമ്മൾ മെയിൻ മെമ്മറിയിലോട്ട് ലോഡ് ചെയ്യും. എന്നിട്ട് അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യും. When the system is powered up or rebooted, the instruction register is loaded with a predefined memory location and execution start here. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ റീബൂട്ട് ചെയ്ത് റീസ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഇനിഷ്യൽ കോൾഡ് ബൂട്ടിംഗ് അല്ലെങ്കിൽ വാം ബൂട്ടിംഗ്, ഇതിലേതൊരു പ്രോസസ്സ് നമ്മൾ കൊടുത്താലും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ രജിസ്റ്ററിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതായത് ബൂട്ട് ചെയ്യുമ്പോൾ എന്തൊക്കെ ചെയ്യണം, ഏത് മെമ്മറി പോകണമെന്നൊക്കെ. അപ്പം ആ രജിസ്റ്ററിൽ നിന്നും ആ ഡേറ്റാസിനെ റിട്രീവ് ചെയ്തിട്ട് അതിനുള്ളിൽ കാണും നമ്മുടെ പ്രീ ഡിഫൈൻഡ് മെമ്മറി, ഏത് മെമ്മറിയിലാണ് ഈ ഡീറ്റെയിൽസ് എല്ലാം സ്റ്റോർ ചെയ്തിരിക്കുന്നുള്ളത്. എന്നിട്ട് ആ പർട്ടിക്കുലർ മെമ്മറി ലൊക്കേഷനിൽ ചെന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അറ്റ് ദാറ്റ് ലൊക്കേഷൻ ഈസ് ദ ഇനിഷ്യൽ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം. അപ്പോൾ ആ പർട്ടിക്കുലർ ലൊക്കേഷനിലായിരിക്കും നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഉണ്ടായിരിക്കുക. അവിടെ നിന്നായിരിക്കും അതിൻ്റെ എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ദിസ് പ്രോഗ്രാം ഈസ് ഇൻ ദ ഫോം ഓഫ് റീഡ് ഒൺലി മെമ്മറി. അതായത് റോമിലായിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഇനി ROM is convenient because it need no initialization and cannot easily be infected by a computer virus. അതായത് ROM യൂസ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് പറയുന്നത്. കൺവീനിയൻ്റ് ആണ്, നമുക്ക് ഇനിഷ്യലൈസേഷൻ, അതായത് ഇതെപ്പോഴും റീഫ്രഷ് ചെയ്യേണ്ട കാര്യങ്ങളൊന്നുമില്ല. ആൻഡ് കനോട്ട് ബി ഇൻഫെക്റ്റഡ്, വൈറസോ അങ്ങനെയുള്ള അറ്റാക്സ് ഒന്നും ഉണ്ടാവില്ല. The bootstrap program can perform variety of tasks. bootstrap പ്രോഗ്രാമിന് നമുക്ക് പല ടാസ്കുകളും പെർഫോം ചെയ്യാൻ പറ്റും. ആൻഡ് അതിൽ ഒരു ടാസ്ക് എന്ന് പറയുന്നത് ഡയഗ്നോസ്റ്റിക്സ് ആണ്. അതായത് കറൻ്റ്ലി ആ മെഷീൻ്റെ സ്റ്റേറ്റ് എന്താണെന്നുള്ളത് ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിന് അനലൈസ് ചെയ്യാൻ പറ്റും. ആ ഡയഗ്നോസിസ് പാസ് ആവുകയാണ്, അതായത് അതിന് ബൂട്ട് ചെയ്യാൻ പറ്റും എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമുക്ക് ആ ബൂട്ടിംഗ് പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. കാര്യം ചില സമയത്ത് എന്തെങ്കിലും ഫയൽസ് മിസ്സിങ് ആയാൽ ബൂട്ടിങ് നടക്കില്ല. അപ്പോൾ ആ ഡയഗ്നോസിസിൽ അതിൻ്റെ റിപ്പോർട്ട് കിട്ടും. അപ്പോൾ ആ ഡയഗ്നോസിസിൽ പ്രശ്നങ്ങളൊന്നും ഇല്ലയെന്ന് അറിയുമ്പോൾ ബൂട്ടിങ് ബാക്കി കണ്ടിന്യൂ ചെയ്യും. അതുപോലെ തന്നെ it can also initialize all aspects of the system from CPU registers to device controllers and the content of the main memory. അതിന് ഈ ബൂട്ടിങ് മാത്രമല്ല, പല ഡിവൈസ് കൺട്രോളേഴ്സ്, CPU registers to device controllers, അതുപോലെ കണ്ടൻസ് ഓഫ് ദ മെയിൻ മെമ്മറി, ഇതിനെയെല്ലാം ഇനിഷ്യലൈസ് ചെയ്യാനായിട്ടുള്ള ഇനിഷ്യലൈസ് ചെയ്യാനും ആർക്ക് പറ്റും? നമ്മുടെ ബൂട്ട് പ്രോസസ്സിന് പറ്റും. ഓക്കെ, ആൻഡ് ഇതെല്ലാം ചെയ്തതിന് ശേഷം ഈ പ്രോസസ്സുകളെല്ലാം കഴിയുമ്പോൾ നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഓണായി. In some systems, operating system store is erasable programmable read-only memory, which is a read-only except when explicitly given a command to become writable. അതായത് മിക്ക ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലും നമ്മുടെ മെമ്മറി എന്ന് പറയുന്നത് എറേസബിൾ പ്രോഗ്രാം റീഡ് ഓൺലി മെമ്മറി ആയിരിക്കും. ചില പ്രത്യേക സാഹചര്യങ്ങളിൽ പർട്ടിക്കുലർ കമാൻഡ് ബേസിലായിട്ട് മാത്രമേ ഉള്ളായിരിക്കും അത് നമുക്ക് മുന്നോട്ട് റൈറ്റ് ചെയ്യാൻ പറ്റും. റൈറ്റ് ചെയ്യാന്ന് വെച്ചാൽ അതിലേക്ക് വേറെ ഡേറ്റ ഇൻസേർട്ട് ചെയ്യാൻ പറ്റും. അല്ലാത്ത പക്ഷം അതിലുള്ള പ്രോഗ്രാം റീഡ് ചെയ്യാൻ മാത്രമേ പറ്റുള്ളൂ. ഓൾ ഫോംസ് ഓഫ് റോം ആർ ഓൾസോ നോൺ ആസ് ഫേംവെയർ. ഈ റോംസിനെ വിളിക്കുന്ന മറ്റൊരു പേര് ഫേംവെയർ എന്നാണ്. സിൻസ് ദർ ക്യാരക്ടറിസ്റ്റിക്സ് ഫോൾ സംവെയർ ബിറ്റ്വീൻ ദോസ് ഹാർഡ്വെയർ ആൻഡ് ഓഫ് ദാറ്റ് ഓഫ് സോഫ്റ്റ്വെയർ. അതായത് സോഫ്റ്റ്വെയറിൻ്റെയും ഹാർഡ്വെയറിൻ്റെയും ഇടയ്ക്ക് വരുന്നത് കൊണ്ടാണ് അതിൻ്റെ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഹാർഡ്വെയറും സോഫ്റ്റ്വെയറിൻ്റെയും ഇൻ ബിറ്റ്വീൻ വരുന്നത് കൊണ്ടാണ് ഇതിനെ ഫേംവെയർ എന്ന് വിളിക്കുന്നത്. പക്ഷേ ഈ ഫേംവെയറിനൊരു പ്രോബ്ലം ഉണ്ട്. റാമിൻ്റെ അത്രയും സ്പീഡ് ഫേംവെയറിന് ഉണ്ടായിരിക്കില്ല. സോ അങ്ങനെയുള്ള കേസുകളിൽ ചില ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഫേംവെയറിൽ നിന്നും ഡേറ്റാസ് റാമിലേക്ക് കോപ്പി ചെയ്തതിന് ശേഷം പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യും. സോ എക്സിക്യൂഷൻ വളരെ സ്പീഡിൽ നടക്കും.
And a final issue with the firmware is that is relatively expensive, so usually only small amounts are available. പിന്നെ മറ്റൊരു ഇഷ്യൂ എന്നാന്ന് വെച്ചാൽ ഭയങ്കര കോസ്റ്റ്ലി ആണ് ഫേംവെയർ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ വളരെ ചെറിയ എമൗണ്ടിൽ മാത്രമേ അത് അവൈലബിൾ ആക്കാറുള്ളൂ. വലിയ വലിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ലൈക്ക് വിൻഡോസ്, മാക് ഓയസ്, യുണിക്സ്, ഇവിടെയെല്ലാം the bootstrap loader is stored in the firmware and the operating system is on the disk. അതായത് നമ്മൾ വലിയ ഒരു അതായത് ലാർജർ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിലൊക്കെ എപ്പോഴും ഫേംവെയറിനകത്ത് തന്നെ ആയിരിക്കും ഡേറ്റാസ് സ്റ്റോർ ചെയ്യുന്നത്. OS സ്റ്റോർ ചെയ്യുന്നത് ഹാർഡ് ഡിസ്കിലും ആയിരിക്കും. The bootstrap runs diagnosis and has a fast bit of code that can read single block at fixed location from disk into the memory and execute the code from that boot block. അതായത് നമ്മൾ മെമ്മറിയിൽ നമ്മളൊരിടത്ത് സ്റ്റോർ ചെയ്ത് വെക്കുകയെന്ന് വെച്ചു. ഫോർ എക്സാമ്പിൾ 0th ബ്ലോക്കിലാണ് നമ്മുടെ ലൊക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു ലൊക്കേഷനിലേക്ക് പോയിന്റ് ചെയ്തതിന് ശേഷം അവിടുന്ന് അത് കണ്ടിന്യൂസ് എക്സിക്യൂട്ട് ആയിരിക്കും ചെയ്യാറ്. കാര്യം ഒരൊറ്റ ബ്ലോക്കിൽ തന്നെയായിട്ട് ചിലപ്പം ഇരിക്കണമെന്നില്ല. ഒരു ബിറ്റ് ഓഫ് കോഡ് ഒരു ബ്ലോക്കിൽ ഓരോരോ ബ്ലോക്കിലാണെന്നുണ്ടെങ്കിൽ അതിനൊരു സ്റ്റാർട്ടിങ്ങും എൻഡിങ്ങും കാണും. ഇപ്പോൾ 0th ബ്ലോക്ക് 0 to 10 ആണ്, 0 to 10-ലായിരിക്കും ആ എക്സിക്യൂഷൻ കണ്ടിന്യൂ ചെയ്ത് പോകുന്നത്. The program stored in the boot block may be sophisticated enough to load the entire operating system into the memory and being its execution. അതായത് നമ്മുടെ പ്രോഗ്രാം എന്ന് പറയുന്നത് മൊത്തം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും. അതായത് പ്രോഗ്രാം സ്റ്റോർഡ് ഇൻ ദ ബൂട്ട് ബ്ലോക്ക് മേ ബി സോഫിസ്റ്റിക്കേറ്റഡ് ഇനഫ് ടു ലോഡ് ദ എൻറ്റയർ OS. അതായത് നമ്മൾ സ്റ്റോർ ചെയ്യുന്ന ആ പ്രോഗ്രാമിന് മൊത്തം OSനെ മെമ്മറിയിലേക്ക് ലോഡ് ചെയ്യാനും അവിടുന്ന് എക്സിക്യൂട്ട് ചെയ്യാനുമുള്ള capability ഉണ്ടായിരിക്കും. And it is simple code and knows only the address on the disk. പിന്നെ ഈ കോഡ് എന്ന് പറയുന്നത് വളരെ ചെറിയ ഒരു കോഡായിരിക്കും. അതിലുണ്ടായിരിക്കുന്നത് പറയുന്നത് അഡ്രസ് ഓൺ ദ ഡിസ്ക്, അതായത് ഡിസ്കിന്റെ അഡ്രസ്സ് എവിടെയാണ് ഈ പ്രോഗ്രാം കിടക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും ആ കോഡിൽ ഉണ്ടാവുക. ജസ്റ്റ് അവിടെ ചെന്നതിന് ശേഷം അവിടുന്ന് എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന മാത്രമേ ഉള്ളൂ. മൊത്തം ഡേറ്റ അല്ല ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇത് എവിടെ തുടങ്ങണം, എവിടെയാണ് ഈ ഡേറ്റ കിടക്കുന്നത്, ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് ആയിരിക്കും അതിൽ ഉണ്ടാവുക. ആൻഡ് ദ ലെങ്ത് ഓഫ് ദ റിമൈൻഡർ ഓഫ് ദ ബൂട്ട്സ് പ്രോഗ്രാം. പിന്നെ ഞാൻ പറഞ്ഞത് എവിടെ തുടങ്ങുന്നു എന്നുള്ളതും മൊത്തം ബാക്കി എങ്ങോട്ടാണ് കണ്ടിന്യൂ ചെയ്യേണ്ടത്, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കും എന്തിനകത്ത് ഉണ്ടായിരിക്കുക, ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാമിനകത്ത് കോഡിനകത്ത് ഉണ്ടായിരിക്കുക. ഇനി ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഗ്രബ് എന്ന് പറയുന്നത്. GRUB is an example of an open source bootstrap program for Linux system. All of the disk bounded bootstrap and the OS operating system itself can be easily changed by writing new versions to disk. അപ്പോൾ ഈ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം ഡിസ്കിലേക്ക് സ്റ്റോർ ചെയ്തിരിക്കുന്നത് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഈസിലി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റും. പുതിയ വേർഷൻസ് നമുക്ക് അപ്ഡേറ്റ് ചെയ്യാൻ പറ്റും. ആൻഡ് ഓൾസോ എ ഡിസ്ക് ദാറ്റ് ഹാസ് എ ബൂട്ട് പാർട്ടീഷൻ ഈസ് കോൾഡ് എ ബൂട്ട് ഡിസ്ക് ഓർ സിസ്റ്റം ഡിസ്ക്. ഇനി ഇതിന് പാർട്ടീഷൻസ് നമുക്ക് കൊടുക്കാം. ഡിസ്ക് അതായത് ബൂട്ട് പാർട്ടീഷൻസ് കൊടുക്കാം. അതിനെ ബൂട്ട് ഡിസ്ക് എന്നാണ് വിളിക്കുന്നത്. നിങ്ങൾക്കിപ്പം നമ്മുടെ ഒരു പാർട്ടീഷനാണ് നിങ്ങൾ കാണുന്നത്. നിങ്ങൾ കമ്പ്യൂട്ടർ ഓപ്പൺ ചെയ്യുമ്പം ലോക്കൽ ഡിസ്ക് CDEF നമ്മൾ പാർട്ടീഷൻ ചെയ്തിരിക്കുന്നത്. ഇതുപോലെ തന്നെ നമുക്ക് ആരെയും പാർട്ടീഷൻ ചെയ്യാം, നമ്മുടെ ഡിസ്കിനെയും പാർട്ടീഷൻ ചെയ്യാം. ബൂട്ട് പാർട്ടീഷൻ എന്ന് പറയും. അതിനെ വിളിക്കുന്ന പേര് ബൂട്ട് ഡിസ്ക് എന്നാണ്. സോ ഇതെല്ലാം കഴിയുമ്പോഴേക്കും നമ്മുടെ ബൂട്ട്സ്ട്രാപ്പ് പ്രോഗ്രാം മൊത്തത്തിൽ ലോഡ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഇറ്റ് ക്യാൻ ട്രാവേഴ്സ് ദ ഫയൽ സിസ്റ്റം ടു ഫൈൻഡ് ദ OS കേർണൽ. ഇപ്പോൾ ബൂട്ട്സ്ട്രാപ്പ് ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ നിന്നും ആ പർട്ടിക്കുലർ ഫയൽ സിസ്റ്റത്തിനെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റും. അതിനെ മെമ്മറിയിലോട്ട് ഇടുന്നു, എക്സിക്യൂഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. ഈ മൊത്തം പ്രോസസ്സ് ഇവിടെ തൊട്ടാണ് പിന്നെ നമ്മുടെ സിസ്റ്റം, അതായത് ഈ ഒരു പ്രോസസ്സുകളെല്ലാം കഴിയുമ്പോഴാണ് നമ്മുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വർക്കിങ്ങിന് റെഡി ആവുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് മൊത്തത്തിലുള്ള ബൂട്ട് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രേ ഉള്ളൂ നമ്മുടെ മോഡ്യൂൾ 1. ഇത് മോഡ്യൂൾ 1ൻ്റെ ലാസ്റ്റ് ടോപ്പിക്കാണ്. ഓക്കെ, താങ്ക് യു. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം. താങ്ക് യു.